ആണല്ലോ ഇന്ന് എല്ലാവരുടെയും പ്രധാനം. എന്നോട് ചേർന്നുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ആരെങ്കിലും ഒക്കെ ഒന്ന് മാറിക്കൊടുത്താൽ ചിലപ്പോൾ മാറിയവരെ തിരിച്ചു വരുമ്പോൾ ആ സീറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. ഹല്ലേലൂയ. പദവിക്ക് വേണ്ടി, കസേരയ്ക്ക് വേണ്ടി, സീറ്റിന് വേണ്ടിയൊക്കെ അടിപിടി കൂടുന്നവർ ഇന്ന് രാത്രിയിൽ യേശു മടങ്ങി വരുമ്പോൾ പോകത്തില്ലെന്ന് ഇന്ന് രാത്രി ഞങ്ങൾ ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. കൈയുയർത്തിക്കൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഈ ചുമന്നുകൊണ്ടുവന്ന 4 പേരെക്കാൾ ആത്മഭാരമുണ്ട് ആ വീട്ടുടയവന്. നമ്മളൊക്കെയാണെങ്കിൽ യേശുവിലൂടെ ഒരു വ്യക്തി സൗഖ്യം പ്രാപിക്കാൻ വീടിന്റെ ചുമര് ഇളക്കി കൊടുക്കുമോ? വീട് പണിതതിന്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല, അപ്പോഴാ വീട് പൊളിക്കാൻ നിൽക്കുന്നത്. എന്നാ ആത്മഭാരമാ! എന്നോട് ചേർന്നുണ്ടോ ദൈവമക്കളെ? ഈ 4 പേര് വീട് പൊളിച്ച വീട്ടിലേക്ക്, ആ മുറിക്കകത്തേക്ക്, യേശു ഇരിക്കുന്ന പാതാന്തികയിലേക്ക് ആ പക്ഷപാതക്കാരനെ ഇറക്കിക്കൊടുത്തു. അപ്പോൾ അവിടെ സ്ഥലം വന്നു. എന്താ ചെയ്തത്? യേശു കർത്താവ് മനുഷ്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, നീ സൗഖ്യം പ്രാപിക്കുക. എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ, പ്രിയമുള്ളവരെ, യേശു ആദ്യം ആ മനുഷ്യന് സംഭാവനയായി നൽകിയത് പാപമോചനമായിരുന്നു. അതിനുശേഷമാണ് രോഗസൗഖ്യം നൽകിയത്. എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ, എത്രമാത്രം രോഗസൗഖ്യം നമ്മൾ പ്രാപിച്ചവരാണെങ്കിലും പാപക്ഷമ കിട്ടിയില്ലെങ്കിൽ നമ്മൾ നിത്യമായ നരകത്തിലേക്ക് തള്ളപ്പെടുകയുള്ളൂ. അതേസമയം രോഗസൗഖ്യം ഇവിടെയൊന്നും കിട്ടിയില്ലെങ്കിലും പാപമോചനം യേശുക്രിസ്തുവിലൂടെ ലഭ്യമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി മരിച്ച് മണ്ണോട് ചേർന്നാലും യേശുക്രിസ്തു രണ്ടാമത് രക്ഷിതാവായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ ബാഹുത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇന്ന് രാത്രിയിലും ഇവിടെ ഇരിക്കുന്നവർക്ക് ശാരീരികമായ വൈകല്യങ്ങൾ ഉണ്ടാകാം, ക്ലേശങ്ങൾ ഉണ്ടാകാം, മരുന്നിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ടാകാം. പക്ഷെ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ അകത്ത് തിരതള്ളി കയറുന്നത് പോലെ ആവേശമുണ്ടാകുന്നു. എന്താ കാരണം? യേശു മടങ്ങി വരുമ്പോൾ ഞങ്ങളുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ ബാഹുത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നത് കൊണ്ട് രോഗസൗഖ്യം ഇവിടെ കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ അവരെ ആരാധിക്കും. രോഗസൗഖ്യം ഇവിടെ കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ അവരെ പ്രസംഗിക്കും. ഒരു നിമിഷം കൈയടിച്ച കൃപയുള്ള ദൈവമക്കൾ, പ്രത്യാശയുള്ള ദൈവമക്കൾ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയട്ടെ. ഭൗമികമായ ഉയർച്ചകൾ കിട്ടിയില്ലെങ്കിലും, കയറിക്കിടക്കുവാൻ നല്ലൊരു വീടില്ലെങ്കിലും, വിലകൂടിയ വാഹനം ഞങ്ങൾക്ക് സ്വന്തമായിട്ടില്ലെങ്കിലും, ഞങ്ങളെ സഹായിപ്പാൻ മാനുഷികമായിട്ട് ഒരു വ്യക്തിയെ മുമ്പോട്ട് വന്നില്ലെങ്കിലും, ഇന്ന് രാത്രിയിൽ ഇതിനേക്കാൾ ഉച്ച സ്വരത്തിൽ ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കും. കാരണം യേശുവിലൂടെ ഞങ്ങൾക്ക് പാപമോചനം കൈവന്നിരിക്കുകയാണ്. സ്നേഹിത, യേശു രക്ഷകനാണെങ്കിൽ യേശു പാപക്ഷമ നൽകണമല്ലോ. വിശുദ്ധ തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചു. 1, യേശു കർത്താവിന്റെ കാലിൽ തൈലം പൂശിയ പാപിനിയായ സ്ത്രീക്ക് യേശു പാപങ്ങൾ മോചിച്ചു കൊടുത്തു. അധാർമികത പുലർത്തിയ സഹോദരിക്ക് യേശു കർത്താവ് ശിക്ഷ വിധിക്കാതെ അവരുടെ പാപങ്ങൾ മോചിച്ചു കൊടുത്തു. പക്ഷപാതക്കാരനായ ഈ മനുഷ്യന് യേശു കർത്താവ് പാപമോചനം നൽകിക്കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ദേശനിവാസികളെ, ഇനി എന്തിനാ നിങ്ങൾ മടിച്ചു നിൽക്കുന്നേ? കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ഓടി വരിക. യേശുവിലൂടെ പാപക്ഷമയുണ്ട്, യേശുവിലൂടെ സമാധാനമുണ്ട്, യേശുവിലൂടെ വിടുതലുണ്ട്, യേശുവിലൂടെ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയും, യേശുവിലൂടെ മരണത്തിനപ്പുറമുള്ള നിത്യതയുടെ ഉറപ്പ് പ്രാപിക്കാൻ കഴിയും. സഹോദര, പാരമ്പര്യ കെട്ടുപാടുകളിൽ നിന്ന് ഓടി യേശുവിന്റെ അടുക്കിലേക്ക് വാ. കർത്താവ് നൽകുന്ന പാപക്ഷമയും കർത്താവ് നൽകുന്ന നിത്യ രക്ഷയും നിങ്ങൾക്ക് കരഗതമാക്കാൻ കഴിയും. സ്നേഹിത, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദാവീദ് എന്ന ദൈവഭക്തൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറഞ്ഞു, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ ചുംബിച്ചുകൊള്ളുക, അല്ലെങ്കിൽ വഴിയിൽ വെച്ച് നശിച്ചു പോകും. ഞങ്ങളൊക്കെ ഒരു കാലയളവിൽ മതങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിച്ചവരാണ്, പാരമ്പര്യത്തിന്റെ കെട്ടുപാടിൽ ജീവിച്ചവരാണ്. എന്റെ പിതാവ് ഈ മീറ്റിംഗിൽ ഇരിപ്പുണ്ട്. ഞാൻ പറയുന്നത് അസത്യമല്ല, സത്യമായ കാര്യമാണ്. കുടുംബമായിട്ട് ചാരായത്തിനകത്ത് വിഷം കലക്കി കുടിച്ച് ലോകത്തോട് വിട പറയാനിരുന്ന കുടുംബമാണ് എന്റെ കുടുംബം. അന്ന് യേശുവിന്റെ സ്നേഹം ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ,
അന്ന് ഞങ്ങൾ യേശുവിലൂടെയുള്ള ദൈവശബ്ദം കേൾക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ മരിച്ച് മണ്ണോട് ഞങ്ങൾ തീർന്നേനെ. പക്ഷെ ഇന്ന് രാത്രിയിലും ഞങ്ങളെ വിടുവിച്ച കർത്താവിനെ സ്നേഹിത, നിന്റെ കഠോരമായിരിക്കുന്ന കൊടും പാപത്തെ ക്ഷമിച്ച് നിന്നെ ഒരു ദൈവവൈദ്യനാക്കി തീർത്ത് ജീവിതത്തിൽ സമാധാനം നൽകി തരാൻ യേശു അല്ലാതെ വേറൊരു മാർഗം ഇല്ലവേ ഇല്ല. ഓ ഹല്ലേലൂയ. കരയെ ഉയർത്തിക്കൊണ്ട് ആരെപ്രദേശം നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു പാപക്ഷമ നൽകുന്നവനാണ്. യേശു പാപിയെ സ്നേഹിക്കുന്നു. സ്നേഹിത, മതങ്ങൾ പഠിപ്പിച്ചു വിടുന്ന മാമൂലുകൾ പത്യം തെറ്റിക്കാതെ കടിച്ചിട്ടും പാപത്തിൽ നിന്ന് മോചനം നൽകുവാൻ കഴിയാതെ രക്ഷിക്കപ്പെട്ടു എന്ന ഉറപ്പ് ഇതുവരെ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ രക്ഷയ്ക്കായി ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. യേശു നിങ്ങളുടെ പാപത്തിന് ക്ഷമ നൽകും. മധ്യസ്ഥന്മാരുടെ മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ടൊന്നും ഇവിടെ പാപത്തിന് മോചനം നൽകുവാൻ കഴിയത്തില്ല. മോക്ഷക്രിയകൾ കൊണ്ടോ ശേഷക്രിയകൾ കൊണ്ടോ നേർച്ച കാഴ്ചകൾ കൊണ്ടോ തീർത്ഥാടനങ്ങൾക്ക് പോയത് കൊണ്ടോ സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടിയത് കൊണ്ടോ നീതി പ്രവർത്തികൾ ചെയ്തു കൂട്ടിയത് കൊണ്ടോ ഒന്നും പാപക്ഷമ ലഭിക്കുകയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ദൈവത്തിന്റെ ഓമനക്കുമാരനായ പ്രിയപുത്രനെ കാൽവറിയിൽ പിതാവായ ദൈവം തകർത്ത് കളയേണ്ടതില്ലായിരുന്നു. നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന നേർച്ചകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ മാനവജാതിയെ രക്ഷിക്കുവാൻ ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങൾക്ക് ഒരു നാളും പരിഹരിക്കുവാൻ കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് അവർ മാറി നിൽക്കുമ്പോൾ യേശുവോ അതേ പാപികൾക്ക് പാപമോചനം നൽകി കൊടുക്കുവാൻ ഉലകത്തിലേക്ക് അവതരിപ്പാനിടയായി തീർന്നു. ആ ദൈവസ്നേഹം എത്ര വിലപിടിപ്പുള്ളതാണ്. പ്രിയ സ്നേഹിത, നമ്മെ നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കേണ്ടതിനായി, നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിനായി യേശു എന്താണ് ചെയ്തത്? തിരുവെഴുത്ത് പറയുന്നു, മത്തായി സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുകയാണ്: മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ ഉലകത്തിൽ വന്നത്. നോക്കൂ, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ഉലകത്തിൽ വന്നു. പാപികളെ രക്ഷിപ്പാൻ ഉലകത്തിൽ വന്ന യേശു ക്രിസ്തു അനേകരുടെ പാപങ്ങളെ ക്ഷമിച്ചു കൊടുത്തു. പാപങ്ങളെ ക്ഷമിച്ചു കൊടുത്ത യേശു ക്രിസ്തു പാപികളായ സർവ്വ മാനവജാതിക്കും എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് നൽകാൻ, ദൈവഭവനത്തിലേക്ക് പ്രവേശനം നൽകിക്കൊടുക്കാൻ യേശു ക്രിസ്തു എന്താ ചെയ്തത്? തന്റെ ജീവൻ മറുവിലയായി നൽകപ്പെട്ടു. എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, മറുവില കൊടുപ്പാൻ മനുഷ്യർക്ക് കഴിയത്തില്ല. ഒരു വാക്യം വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. സങ്കീർത്തനങ്ങൾ 47-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ദേശനിവാസികൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അതൊരു നാളും സാധിക്കുകയില്ല. റോമാലേഖനം 8-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു തന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ന്യായപ്രമാണം നന്നായിരുന്നു. ന്യായപ്രമാണം വന്നതുകൊണ്ട് പാപബോധമുണ്ടായത്. അത് അക്കമിട്ട് പൗലോസ് പറയുന്നുണ്ട്, ന്യായപ്രമാണം വന്നപ്പോൾ ഞാൻ അയ്യോ അരിഷ്ട മനുഷ്യൻ എന്നാണ് താൻ ഉറക്കെ വിളിച്ചത്. ഈ പാപത്തിന് വിധേയപ്പെട്ട ശരീരത്തിൽ നിന്ന് എന്നെ ആർക്ക് വിടുവിപ്പാൻ കഴിയുമെന്ന് പറഞ്ഞ് പൗലോസ് അയ്യം വിളിക്കുകയാണ്. ന്യായപ്രമാണം വന്നതുകൊണ്ട് പാപബോധമുണ്ടായി. പക്ഷേ പാപത്തിൽ നിന്ന് മോചനം നൽകുവാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. വാക്യം ഞാൻ ഒന്നുകൂടെ ഉരുവിടുകയാണ്. ജീവന്റെ വചനമാണല്ലോ ഇത്. റോമാലേഖനം 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, ജഡത്താലുള്ള ബലഹീനത നിമിത്തം. എന്താ ജഡത്തിന്റെ ബലഹീനത? അത് കഠോരമായിരിക്കുന്ന പാപമാണ്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം
അടുത്ത വാക്ക് ശ്രദ്ധിച്ചു കേൾക്കണേ. ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും ഉലകത്തിലേക്ക് അയച്ചിട്ട് എന്താ അവൻ നമുക്ക് നൽകിയത്? അവന്റെ തിരുജീവൻ കാൽവറിയിൽ നമുക്കായി നൽകപ്പെട്ടു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഉലകജാതിയോട് സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ല. മറിച്ച് അവൻ വേഷത്തിൽ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് തന്റെ തിരുശരീരവും തന്റെ തിരു രക്തവും തന്റെ തിരുജീവനും പാപികളും ദോഷികളുമായ സർവ മാനവജാതിക്കും പകരമായി കാൽവറിയിൽ ബലിയർപ്പിക്കുകയാണ് ചെയ്തത്. എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം ഒരു കൊലപാതകമല്ല. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം ഒരു രക്തസാക്ഷി മരണമല്ല. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം ഒരു ആത്മഹത്യയല്ല. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്താണ്? യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ പ്രത്യേകത. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം പ്രായശ്ചിത്ത മരണമായിരുന്നു, പകര മരണമായിരുന്നു. ആർക്കു പകരമായിട്ടാ? പാപികളും ദോഷികളും അഭക്തരും ബലഹീനരും ക്രൂശിന് ശത്രുക്കളും ദൈവത്തോട് സമാധാനവുമില്ലാതിരുന്ന നമുക്ക് ഓരോരുത്തർക്കും പകരമായിട്ടാ യേശു കാൽവറിയിൽ മറുവിലയായി തീർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു തന്റെ തിരുജീവന കാൽവറിയിൽ നമുക്കായി നൽകി തന്നത്. വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം വിളിച്ചു പറയുന്നു. 2 തിമോത്തിയോസ് 2:5-6 വാക്യങ്ങളിൽ പറയുന്നു, ദൈവം ഒരുവൻ അല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥൻ ഒരുവൻ തന്നെ. ആരാണത്? മനുഷ്യർക്ക് വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഉലകത്തിൽ മധ്യസ്ഥന്മാരില്ല എന്ന് ഉറച്ചു പറയാൻ കാരണം ഒറ്റ മധ്യസ്ഥനെ ഉലകത്തിലുള്ളൂ. അതാരാന്നറിയാമോ? നമുക്ക് വേണ്ടി തിരുജീവനെ മറുവിലയായി തന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഇന്ന് രാത്രിയിൽ അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കൈയടിച്ച ദൈവത്തിന് മഹത്വം നൽകാൻ കഴിയട്ടെ. യേശുവാണ് ഏക മധ്യസ്ഥൻ. മധ്യസ്ഥന്മാരൊക്കെ ഉണ്ട്, അവരിലൂടെ പാപമോചനം പ്രാപിക്കാം, രക്ഷപ്പെടാമെന്നൊക്കെ പറയുന്ന പഠിപ്പിക്കലുകൾ വേദപുസ്തകത്തിന് വിരുദ്ധമായ പഠിപ്പിക്കലാണ്. ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ. അത് നമുക്ക് വേണ്ടി ജീവനെ നൽകിയ, നമുക്ക് വേണ്ടി രക്തം ഒഴുക്കി തന്ന, നമുക്ക് വേണ്ടി തിരുശരീരം കാൽവറിയിൽ തകർക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്ത യേശു മാത്രമാണ് ഏക മധ്യസ്ഥൻ. പഴയ നിയമകാലത്ത് പ്രാണന്റെ വീണ്ടെടുപ്പിനായി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണമായിരുന്നു. വീണ്ടെടുപ്പ് വില വിലയേറിയതായിരുന്നു. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നുണ്ട്, പഴയ നിയമ കാലയളവിൽ വീണ്ടെടുപ്പ് വിലയായിട്ട് അവർ നൽകിയത് പൊന്നായിരുന്നു. പൊന്ന് എന്തിനാ? വീണ്ടെടുക്കപ്പെടാൻ, വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ അവർ പൊന്ന് നൽകിക്കൊണ്ടിരുന്നു. എന്നാൽ പാപികളായ മാനവജാതിയെ വീണ്ടെടുക്കുവാനായിട്ട് സ്വർഗം നൽകിയത് പൊന്നല്ല. മാനവജാതി ദിവസേന ശുശ്രൂഷകൾ നിർവഹിക്കുന്നുണ്ടായിരുന്നു. പാപമോചനത്തിനായി ദിവസേന നേർച്ചകൾ കഴിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ മാനവജാതിയെ വീണ്ടെടുക്കുവാനായിട്ട് ഈ വക ശ്രമങ്ങൾക്കൊന്നും സാധ്യമല്ല. സുഹൃത്തുക്കളെ, നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ട് ഞങ്ങൾ ഇത് വളരെ ഉച്ചസ്ഥരം സാവധാനതയും വിളിച്ചു പറയുന്നത്. നമ്മെ വീണ്ടെടുക്കാനായിട്ട് പൊന്നോ വെള്ളിയോ ഒന്നിനും സാധ്യമല്ല. നമ്മെ വീണ്ടെടുക്കുവാൻ യേശു കർത്താവ് തന്റെ വിലയേറിയ പരിപാവനമായ നിർദോഷമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തമാണ് മുതൽ മുടക്കി തന്നത്. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമുള്ള നിങ്ങളുടെ നാട്ടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായ അടിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. സ്നേഹിത, ആദാം ചെയ്തു പോയ പാപത്തിന്റെ പരിണിത ഫലമായിട്ട് മാനവജാതിയെ മുഴുവൻ അലട്ടിക്കൊണ്ടിരുന്ന സർവ പാപ ശമനത്തിനും നൽകുവാൻ മുതൽ മുടക്കിയത് യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തമായിരുന്നു.
അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, വേദപുസ്തകം വിളിച്ചു പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ വചനത്തിൽ ആമേൻ പറയാൻ എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ കൃപ പ്രാപിച്ചിട്ടുണ്ട്? അവർ ഒന്നിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ആ വാക്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരണം പ്രാപിക്കുവാൻ നേർച്ചകൾ അർപ്പിക്കണ്ട, ശുദ്ധീകരണം പ്രാപിക്കുവാൻ കാഴ്ചകൾ അർപ്പിക്കണ്ട, പാപമോചനം പ്രാപിക്കുവാൻ, നീതീകരണം പ്രാപിക്കുവാൻ തീർത്ഥാടന കേന്ദ്രങ്ങൾ കയറി ഇറങ്ങണ്ട. ഒറ്റ കാര്യമേ ഉള്ളൂ, യേശുവേ ഞാനൊരു പാപിയാണ്, ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് നീ കാൽവറിയിൽ ഒഴുക്കിയ ആ പുണ്യാഹ രക്തം കൊണ്ട് എന്റെ ജീവിതത്തെ, എന്റെ പാപത്തെ കഴുകണമേ എന്ന് ആരെല്ലാം ആത്മാർത്ഥമായി ഹൃദയ തകർച്ചയോടെ കർത്താവിനോട് ഏറ്റുപറയുമോ, അവനെ കഴുകി ശുദ്ധീകരിച്ച് ഒരു ദൈവ വൈദ്യനാക്കി തീർക്കാൻ യേശു മതിയായ ദൈവമാണ്. തിരുവെഴുത്ത് പറയുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു തന്നത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. യഥാർത്ഥ സ്നേഹം എന്താ, എവിടെയാ, ആരില? വിശുദ്ധ ബൈബിൾ പറയുന്നു, പുത്രനെ ലോകത്തിലേക്ക് നമുക്ക് വേണ്ടി പിതാവ് തന്നത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ദേശനിവാസികളോട് പറയട്ടെ, നിന്നെ സ്നേഹിപ്പാൻ നിനക്ക് കാര്യമില്ല എന്നുള്ള പരാതിയാണോ ഉള്ളത്? അങ്ങനെ ഒരു പരാതിയുമായിട്ട് നീ വചനം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ദേശനിവാസികളെ, നിന്നെ നിന്റെ അപ്പനേക്കാൾ സ്നേഹിക്കുന്ന, നിന്റെ അമ്മയേക്കാൾ സ്നേഹിക്കുന്ന, നിന്റെ കൂടപ്പുറപ്പുകളെക്കാൾ സ്നേഹിക്കുന്ന, നിന്റെ ഉറ്റവരെക്കാളും ഉടയവരെക്കാളും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. അതിന്ന് രാത്രി നമുക്ക് വേണ്ടി മറുവിലയായി തീർന്ന നസ്രനായ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 2:2 പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ ലോകത്തിന്റെ പാപത്തിനും തന്നെ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി, ആ പദം ശ്രദ്ധിക്കൂ, നമുക്ക് വേണ്ടി, തന്നെത്താൻ നമുക്ക് വേണ്ടി, തന്നെത്താൻ യേശുക്രിസ്തു മനുഷ്യവർഗത്തിനു വേണ്ടി, തന്നെത്താൻ യേശുക്രിസ്തു പാപികളായ സർവർക്കും വേണ്ടി ഏൽപ്പിച്ച് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ സ്നേഹിത, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം ഒരു കൊലപാതകമല്ല. യേശുവിനെ ആർക്കും കൊന്നുകളയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ യേശു കർത്താവ് പിതാവായ ദൈവത്തിന്റെ ദൗത്യം പൂർത്തീകരിക്കേണ്ടതിനായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. റോമിലെ കാരിരുമ്പാണികൾക്ക് യേശുവിനെ ക്രൂശിൽ ബന്ധിക്കാൻ കഴിയത്തില്ലെന്ന് ഇവിടെ ആർക്കാ അറിയാമേലാത്തേ? പക്ഷെ അവൻ ക്രൂശിനോട് ചേർന്ന് സ്വന്തം തോളിൽ തല ചായിച്ച് അവനോട് ബന്ധിക്കപ്പെട്ടതിന് കാരണം എന്താണെന്നറിയാമോ? സ്നേഹിത, നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ്. സ്വർഗം നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ്. തകർന്ന കുടുംബജീവിതം നയിക്കുന്ന, നിരാശരായി കഴിയുന്ന, സ്വസ്ഥതയില്ലാതെ വലയുന്ന, മതങ്ങൾ പഠിപ്പിച്ചു വിട്ട കാര്യങ്ങൾ പഥ്യം തെറ്റിക്കാതെ കഴിച്ചിട്ടും പാപത്തിൽ നിന്ന് മോചനം നൽകുവാൻ കഴിയാതെ നിരാശനായി, നിരാലംബനായി, നിസ്സഹായനായി മാറ്റപ്പെട്ട ജീവിതമേ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുകയാണെങ്കിൽ, ഇനി ആത്മഹത്യ മാത്രമേ മുൻപിലുള്ളൂ എന്ന് ചിന്തിച്ച് നിങ്ങൾ നിരാശപ്പെട്ട് കഴിയുന്ന ആരെങ്കിലും ഈ ശബ്ദവാഹിനിയിലൂടെ, ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹിത, ആത്മഹത്യ അരുതേ, ആത്മഹത്യ അരുതേ, ആത്മഹത്യ അരുതേ. ആത്മഹത്യ ഒന്നിനും ഒരു പ്രശ്ന പരിഹാരമല്ല. എന്നാൽ ഒരു പ്രശ്ന പരിഹാരകനെ ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഉയർത്തുന്നു. അത് നമുക്ക് വേണ്ടി ജീവനെ മറുവിലയായി നൽകിയ നസ്രനായ യേശു ക്രിസ്തു മാത്രമാണ്. വാക്കുകളുടെ വിരാമം ഇടാൻ ആഗ്രഹിക്കുന്നു. നീചരായ നമ്മെ വീണ്ടെടുക്കേണ്ടതിന്, ദോഷികളായ നമ്മെ വീണ്ടെടുക്കേണ്ടതിന്, പാപികളായ നമ്മെ വീണ്ടെടുക്കേണ്ടതിന് യേശു ക്രിസ്തു മറുവിലയായി തീർന്നു. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇന്നും അവൻ ജീവിക്കുന്നു. സ്നേഹിത, നിന്റെ കണ്ണിൽ നിന്ന് അടർന്നു വീഴുന്ന കണ്ണുനീര് കാണാൻ
ഒരുപക്ഷെ നിന്റെ വീട്ടുകാർ പോലും ഇല്ലെങ്കിലും അധൈര്യപ്പെടേണ്ട. നിന്റെ മനസ്സിന്റെ വേദനകൾ അറിയുന്ന, നിന്റെ മനസ്സിന്റെ നൊമ്പരങ്ങൾ അറിഞ്ഞ് നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അത് ഈ സുവിശേഷത്തിന്റെ മാർഗമാണ്. ആ വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ്. അവനെന്നും ജീവിക്കുന്നു. ഞങ്ങൾക്കും പറയാനുള്ള ഒറ്റ കാര്യമാണ്, ഞങ്ങളുടെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രിയിലും ഞങ്ങളും ജീവിക്കുകയാണ്. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ തൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. കഷ്ടതയുടെ തീച്ചുളയ്ക്ക് സമാനമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ദൈവഭക്തൻ പറയുന്നത്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി കൃപയുള്ള സഹോദരിമാരോട്, കൃപയുള്ള സഹോദരന്മാരോട്, ദൈവദാസന്മാരോട് ഇന്ന് രാത്രി വളരെ വ്യക്തമായി ദൈവവചനത്തിലൂടെ ഒരു സന്ദേശം കൂടെ പറയുകയാണ്. നിന്നെ കരുതുവാൻ നിനക്ക് കാര്യമില്ല എന്ന് നീ വിചാരിക്കുമെങ്കിൽ, നിന്നെ സഹായിപ്പാൻ നിനക്ക് കാര്യമില്ല എന്ന് നീ വിചാരിക്കുമെങ്കിൽ, കർത്താവേ എനിക്ക് മാത്രം എന്തുകൊണ്ട് ഈ കഷ്ടത, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഈ വേദന, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഈ പ്രതിസന്ധികൾ, ഇത്ര നാളും ഞാൻ പരമാർത്ഥതയോടെ അല്ലേ നിന്നെ സേവിക്കുന്നത്. പ്രമാണം വിട്ടുപോകാവുന്ന ഒത്തിരി സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നപ്പോഴും ഈ പ്രമാണത്തെ നെഞ്ചോട് ചേർത്ത് കഷ്ടതയുടെ പാരമ്യത്തിൽ ഇന്നും ക്രിസ്തീയ ജീവിതം നയിക്കുന്ന എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ വിശ്വസിക്കൂ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. അവൻ നമ്മെ സഹായിപ്പാൻ മതിയായവനാണ്. അവൻ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ മതിയായവനാണ്. അവൻ നമ്മുടെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെച്ച് പ്രതിഫലം തരുവാൻ മതിയായ ദൈവമാണ് നമ്മുടെ കർത്താവ്. ഇന്ന് രാത്രി ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ ആ തരം തുറന്ന് കർത്താവിനെ നന്ദിയോടെ ആരാധിക്കട്ടെ. നിന്റെ ഹൃദയ തകർച്ചകളെ മാറ്റി സമീപസ്ഥനായി വെളിപ്പെടുവാൻ യേശു മതിയായ ദൈവമാണ്. തന്നെ താൻ അവനെ ഏൽപ്പിച്ചു കൊടുത്തു, തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു നിമിഷം നിങ്ങൾ ഇരിക്കുന്ന ഇരുട്ടിൽ കണ്ണുകൾ അടച്ചാട്ടെ. തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. ആർക്കു വേണ്ടിയാ? പാപികളും ദോഷികളും നീചരുമായ സർവ മാനവ ജാതിക്ക് വേണ്ടി അവനെ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അതിശൈത്യമുള്ള ഒരു രാത്രിയിൽ യേശുവിനെ മാറി മാറി കോടതികളിൽ വിസ്തരിച്ച് കോടതികളിൽ യേശുവിൽ ഒരു തെറ്റും കുറ്റവും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. 2 പ്രാവശ്യം വിസ്തരിക്കുകയും ഏറ്റവും ഒടുവിൽ വിസ്തരിക്കുകയും ചെയ്തതായ പിലാത്തോസ് എന്ന മഹാനായ വ്യക്തിക്ക് 2 പ്രാവശ്യം